വാൻ ചേച്ചി, രമി ചേച്ചി, നമുക്കിവിടെ സോളോ പെർഫോമൻസിലെ 2 തീമാണ്, പ്രണയം, വിരഹം. അപ്പൊ ചേച്ചി വന്ന സ്ഥിതിക്ക് ചേച്ചിയുടെ നവീൻ ചെയ്യേണ്ട ഒരു ലവ് സ്റ്റോറി നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആരുടെ ലവ് സ്റ്റോറി? ഭാവൻ ചേച്ചിയുടെ. ഏത് എത്രാമത്തെ ലവ് സ്റ്റോറി? അല്ല അങ്ങനല്ല, എവിടെയാ ഡയറി? ഞാൻ നവീൻ ചേട്ടൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ 3ാമത്തെ കന്നഡ മൂവിയുടെ റോമിയോ എന്നൊരു കന്നഡ മൂവിയുടെ പ്രൊഡ്യൂസറാണ്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഓൾറെഡി ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു, നവീനും ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു. ഓ അങ്ങനെ. ഞങ്ങൾ പിന്നെ അങ്ങനെ വെറുതെ സംസാരിച്ചു. ആ ലവ് ഫെയിലിയർ സംസാരിച്ച് അതും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി, മെസ്സേജ് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. സോ മനസ്സിലായി ഓക്കെ എന്നുള്ള പോലെ. അങ്ങനെ പിന്നെ സംസാരിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊരു പിന്നെ ഒരു കല്യാണമായി മാറി. കല്യാണം വീട്ടിൽ പറഞ്ഞ പൊട്ടിത്തെറി ഉണ്ടായോ ചേച്ചി? ഇല്ല, അങ്ങനെയില്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ കുറച്ച് ഓപ്പണായിട്ട് വീട്ടിൽ അച്ഛനമ്മയുടെ അടുത്തൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ വലിയ പൊട്ടിത്തെറിയൊന്നും കുഴപ്പമുണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഷ നവീന് തെലുഗു ആണ് ആക്ച്വലി, പക്ഷെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ബാംഗ്ലൂരാണ്. അപ്പോൾ തെലുഗു, കന്നഡ, പിന്നെ അച്ഛൻ്റെ സൈഡൊക്കെ തമിഴാണ്, പിന്നെ ഞാൻ മലയാളിയാണ്. സോ അങ്ങനെ മൊത്തത്തിലൊരു സൗത്ത് ഇന്ത്യൻ സമ്മേളനമായി ഞങ്ങളുടെ. ആദ്യത്തെ 3-4 ദിവസം ഒന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ആർക്കും മനസ്സിലായില്ല എന്നാണ് കേട്ട് കേൾവി. അല്ല, കോമഡി എന്താണെന്നറിയോ, നവീന് മലയാളം അറിയേയില്ല. എന്റെ അമ്മയ്ക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. അതാണ് ആദ്യത്തെ 2 ദിവസം ഭയങ്കര സമാധാനപരമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലായില്ല. അല്ല, നമ്മള് ലൊക്കേഷനിൽ ഇരിക്കുമ്പോ നവീനും അമ്മയും കൂടി ഇരുന്ന് കൊറേ സമയം മണിക്കൂറുകൾ സംസാരിച്ചു. എന്താണ് ഇവര് സംസാരിക്കുന്നത്? നവീൻ എന്നിട്ട് തമിഴില് പറയുന്നുണ്ട്, അമ്മ മലയാളത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്കറിഞ്ഞൂടാ എന്തൊക്കെയാ, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അമ്മ മലയാളം ഇങ്ങനെ സ്ലോ ആയിട്ട് സംസാരിക്കുമ്പോൾ നവീന് കുറച്ച് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഞാൻ നവീൻ മനസ്സിലാവാതിരിക്കാൻ പറയും, നവീൻ എന്താ പറഞ്ഞ അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ ഇങ്ങനെ മെല്ലെ ചോദിക്കുമ്പോൾ നവീന് കുറച്ചൊക്കെ മനസ്സിലാക്കും. നിങ്ങള് ഇംഗ്ലീഷിലാണോ? ഇംഗ്ലീഷും തമിഴ്, പിന്നെ ഞാൻ ഇപ്പൊ കന്നഡ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഓക്കെ. അങ്ങനെ ഒരു കിടിലൻ പെർഫോമൻസോട് കൂടി നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ഭാവൻ ചേച്ചി കുറച്ച് ദിവസം കൂടെ ഞങ്ങളോട് ഇരിക്കായിരുന്നു. വിട പറയുകയാണോ? കണ്ടില്ലയോ? ഇപ്പൊ എന്താ ചേച്ചി ഉള്ളിന്റെ ഉള്ളില് രമ്യ ഞാനിപ്പോ ഇങ്ങനെ ചിരിക്കുന്നേ ഉള്ളൂ. പൊട്ടി സുഹൃത്തുക്കളെ, ആ കുട്ടി കരയുകയാണ്. കുറച്ച് ദിവസവും കൂടെ നമ്മുടെ കൂടെ ഇരിക്കായിരുന്നു ചേച്ചി. ഇരിക്കോ? ആത്മാർത്ഥതല്ലേ, അത് ഇരിക്കില്ല. ഭാവനക്ക് വേറെ തിരക്കുകളുണ്ടെന്നൊക്കെ ഇവിടുന്നേ പറയുക. നിനക്ക് പോകണ്ടേ നാളെ ചെന്നൈ? എന്താ പറഞ്ഞു. ഓക്കെ. പക്ഷെ ഭാവൻ ചേച്ചി പോണേന് മുന്നേ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അപ്പൊ പറ്റുന്നില്ല, പോകുന്നതിന്റെ ഒരു സ്മെല്ല് അടിക്കുന്നുണ്ടെന്നല്ലേ? അല്ല, ഈ ഫ്രണ്ട്ഷിപ്പ് കുറെ റീൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ കാണുന്നതാണ് ശില്പ ചേച്ചി, ഭാവൻ ചേച്ചി, രമ്യ ചേച്ചി, സൈനോർ ചേച്ചി ഒക്കെ ആയിട്ട്. സൈനോർ ചേച്ചി ഇവിടെ ഒന്ന് പൊളിച്ചിട്ട് പോയി നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ വന്നിട്ട്. അപ്പൊ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ കുറെ റീൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിവിടെ ഒന്ന് ചെറിയൊരു സാധനം കാണാം. ഓക്കെ, കാണാം. പറ്റി കളിച്ചുകൊണ്ടിരുന്നപ്പോ പാർക്കി വീണു. എന്താ വീഴാൻ പാടില്ലേ? കുട്ടികളാവുമ്പോ വീഴും, എഴുന്നേൽക്കും, വീഴും, എഴുന്നേൽക്കും, വീഴും, എഴുന്നേൽക്കും. നിങ്ങളോടാരാ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ. കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റൂ? കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള റീല്. അത് പിന്നെ സത്യം പറയട്ടെ, എന്താ അത് ഞാനല്ല. വേറെ സത്യം ഞാൻ പറയട്ടെ, അത് ഞാനുമല്ല. പക്ഷെ ഞങ്ങൾക്കത് നിങ്ങളായിട്ടാണ് തോന്നുന്നത്. എന്താ ടൈമിംഗ് അല്ലേ? എനിക്ക് മറ്റേത് ഇഷ്ടായി. വീഴും, എഴുന്നേക്കും, വീഴും, എഴുന്നേക്കും, വീഴും, എഴുന്നേക്കും. കൂടുതൽ ഇഷ്ടപ്പെടാം. ഒന്ന് നമുക്കത് ലൈവായിട്ടൊന്ന് റീക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ പ്ലീസ് ഗൈസ്? ഇത് പൊളിക്കും. നമ്മൾ സ്ക്രീനിൽ മാത്രം കാണുന്ന ആക്ടേഴ്സിനെ നമ്മൾ അടുത്തു നിന്ന് കാണാൻ പോവാണ്. താറാ പറ്റി
കളിച്ചുകൊണ്ടിരുന്നപ്പോ പാർക്കിൽ വീണു. എന്താ വീഴാൻ പാടില്ലേ? കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും. നിങ്ങളോട് ആരാ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ. കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റൂ? പ്രോ പ്രോ വൺ സിങ്ക്. എന്റെ അമ്മോ, അത് പ്രോ ആയിരുന്നു. വൺ സിങ്ക്. രമ്യ ചേച്ചി ശരിക്കും കുശുമ്പി പോലെ ഇങ്ങനെ. അല്ല അത് അങ്ങനെയാണല്ലോ അല്ലേ? ആ, അത് അഭിനയിക്കേണ്ടി വന്നില്ല. സൂപ്പർ, അടിപൊളി, ഒരു രക്ഷയില്ല. അന്ന് ചെയ്ത് അതുപോലെ തന്നെ ചെയ്തു. ഓക്കെ, അപ്പോ ചേച്ചി ഭാവൻ ചേച്ചി പോവാ. ചേച്ചി കുറച്ച് ദിവസം കൂടെ ഞങ്ങളുടെ കൂടെ. ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നോണ്ട് ഞാൻ വെച്ചു അത് ഒന്നിച്ചങ്ങ് തീർക്കാം. എന്താണ് ആ ചടങ്ങ്? ചേച്ചി, അതാണ് ഒരു ഉക്കുലേലി. അപ്പൊ അതിൽ നിങ്ങളൊന്ന് സൈൻ ചെയ്യണം. അത്രേ ഉള്ളൂ. അതാണോ ചടങ്ങ്? എന്തായാലും പോയതല്ലേ, വേണേ എടുത്തിട്ട് വരാം. ചേച്ചി, അല്ല ഇതൊന്നും അവിടെ വെക്കോ. ഓ, ഇവിടെ ഇങ്ങനെയാണല്ലേ? എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണേ. വരുന്നവരൊക്കെ അവരെ കൊണ്ടൊക്കെ ജോലി എടുപ്പിക്കും. താങ്ക് യു രമ്യ ചേച്ചി, അതവിടെ കൊണ്ടുവച്ച് തന്നേന്. അപ്പൊ അതിൽ നമ്മൾ ഇവിടെ വന്ന കുറെ ഗസ്റ്റിന്റെ ഒക്കെ സിഗ്നേച്ചർ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. ഷാനിക്കയുടെ ഉണ്ട്, ഹരിച്ചേട്ടന്റെ ഉണ്ട്, എല്ലാവരുടെയും സിഗ്നേച്ചർ നമ്മൾ അത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇത് ഒരു കുട്ടിക്ക് കൊടുക്കും. ആ, ഒരാൾക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഭാവൻ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട്? ഞാൻ കുറെ എൻജോയ് ചെയ്തു, കുറെ ചിരിച്ചു, കുറെ നല്ല നല്ല പാട്ടുകൾ കേട്ടു, കുറെ പുതിയ ടാലൻസിനെ കണ്ടു. നല്ലതായിരുന്നു, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഓക്കെ, അപ്പൊ പറയൂ, ഇനി നിങ്ങൾ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ആ കുഴപ്പമില്ലായിരുന്നു. ചേച്ചി? 3 പേരും പൊട്ടിക്കരയാണെന്ന് എനിക്കറിയാം. ആ മനസ്സ് ഞാൻ കാണുന്നു. എവിടെ, ഏത് മനസ്സ്? സങ്കടപ്പെടരുത്, ഞാൻ പിന്നെ വരും. വണ്ടി പുറത്തുണ്ടെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കാൻ കണ്ടില്ലേ? അതാ പാവ, അത് അവിടെ സൈഡിൽ ഇരിക്കായിരുന്നില്ലേ? പക്ഷെ എനിക്ക് സത്യമായി കുറെ നാളായി ഞങ്ങൾ ആക്ച്വലി ഒരു സ്റ്റേജും ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ട്. അപ്പൊ ഞാൻ ഭയങ്കര ഫണ്ണായിരുന്നു. എസ്പെഷ്യലി ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലേ, അത് വളരെ കൊളാക്കിയ game. ഞാൻ കൊളമാക്കിപ്പിച്ചതാണ് പച്ചാളം. കണ്ടു കിട്ടാതിരിക്കാൻ വേണ്ടി. ഈ ഹരി കാരണം ഇനി എന്നെ പറ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോടാ ഗതി. മിക്കവാറും രമ്യ തെറ്റിച്ചോണ്ടിരിക്കായിരിക്കും. മനസ്സിലാക്കിയതങ്ങ് പറഞ്ഞോ. പറഞ്ഞോ ആ, കേട്ടത് പറഞ്ഞോ. നീ ഇവിടെ ഒരാള് പ്രമാണമാണ് പച്ചാളം. നീ ഇവിടെ പച്ചാളം പച്ചാളം. താങ്ക് യു ഫോർ കമ്മിങ് ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമുക്ക് ഏറ്റവും വലിയ ഇവിടെ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു വൈബ് പിടിച്ചിട്ട് പോവോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അലമ്പ്. ആ, ഈ പറഞ്ഞ പോലെ ഭാവന നമ്മുടെ വൈബിനൊത്ത് ആ സെയിം എനർജിയിൽ ത്രൂ ഔട്ട് ഞങ്ങൾ അലമ്പാക്കുമ്പോ അവിടുന്ന് രണ്ടുപേരും ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിങ്ങനെ പറയും അതിന് വേറെ ഗസ്റ്റുകളൊക്കെ വരും, നമ്മൾ അധികം അലമ്പത്തരം കാണിക്കാൻ പാടില്ല. ഇവിടെ എന്തായിരുന്നു? ഇവിടെ അലമ്പല്ല, അഴിഞ്ഞാട്ടം. കുറെ നാളുകൾക്ക് ശേഷം കണ്ടതാണ് ഞാൻ എന്റെ പുതിയ കോമഡികളൊക്കെ ഇറക്കി. അതും മൈക്ക് പോലും ഓഫ് ആക്കാതെ. അതെ, അയ്യോ നമ്മുടെ ഷോ ഡയറക്ടർ, നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ അവിടുന്ന് സതീഷ് ചേട്ടൻ വരെ. സതീഷ് ചേട്ടനാണ്, സതീഷ് കൃഷ്ണയാണ് ഇപ്പം. ധൈര്യമായിട്ട് പരിപാടി നടത്തിക്കോളൂ, ഞാൻ ഇവിടെ നിന്ന് കണ്ടോളാം. സതീഷ് ചേട്ടൻ വരെ ഇടയ്ക്ക് അവിടുന്ന് കൺവിൻസിംഗ് സ്റ്റാർ വരെ അവിടുന്ന്. പക്ഷെ ഇവർ രണ്ടുപേരും, കാരണം നമ്മൾ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഇവരുടെ കാലിന്റെ മേലെ കാല് ഇവിടെ ചവിട്ടുന്നു, ചിരിക്കുന്നു.
സതീഷ് ഭായി ആണെങ്കിൽ ഒരു മാന്യനെ പോലെ എനിക്ക് എങ്ങനെയാണ് ആക്ഷൻ പറയാ ഇവരോട് ഇതെന്താ ഇവര് നിർത്താത്തത് പക്ഷെ ഇടപെടാനും പറ്റില്ലല്ലോ. ഇറ്റ് വാസ് വണ്ടർഫുൾ ഹാവിങ് യു ഭാവന കേട്ടോ. താങ്ക് യു. സെയിം ഹിയർ. ഞാനും കുറെ ചിരിച്ചു. അതിനെനിക്കും എല്ലാവരോടും താങ്ക്സ് പറയണം. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ പെർഫോമൻസ് തന്നതിന് കാണിച്ച് നിങ്ങൾ അത്രയും നന്നായി പെർഫോം ചെയ്തതിനൊക്കെ താങ്ക് യു സോ മച്ച്. ഭാവന, താങ്ക് യു ഫോർ കമ്മിങ് ടു സൂപ്പർ സ്റ്റാർ. ഒരുപക്ഷെ നമ്മള് സെക്കൻഡ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. അതെ, സൂപ്പർ സ്റ്റാർ അതിനൊരു കാരണമായതിന് ഐ എം സോ താങ്ക്ഫുൾ. കാരണം ലാസ്റ്റ് ടൈം കണ്ടപ്പോൾ അങ്ങനെ അധികം സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങളൊരു സ്കൂൾ പ്രോഗ്രാമിന് വേണ്ടി പോയിട്ട് അവിടെ വെച്ച് കണ്ടപ്പോൾ ഹരി ഇങ്ങനെ മൈക്ക് എടുക്കുമ്പോൾ തന്നെ ഇളകി മറയാണ് ഓഡിയൻസ്. അത്രയ്ക്ക് ഭയങ്കര എനിക്ക് ആ ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അന്ന് അധികം സംസാരിക്കാനൊന്നും പറ്റില്ല. അതെന്താ ചെന്നൈയിൽ പോകാൻ ധൃതിയിൽ പെട്ടെന്ന് പോവുകയും ചെയ്തു. അതെ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ സൂപ്പർ സ്റ്റാറിൽ കുറേ പേരെ ഇങ്ങനെ ഫ്രണ്ട്സ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു വേദി അതിനൊരു കാരണമാവുന്നതിൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു സൂപ്പർ സ്റ്റാർ. ആൻഡ് ഇറ്റ് വാസ് വണ്ടർഫുൾ ഹാവിങ് യു. ഭയങ്കര ഫണ്ണായിരുന്നു. നമ്മൾ നാലുപേരും അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു ഹരി. ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കും അന്ന് ഇന്റർവ്യൂ എടുത്തപ്പോ കുറച്ച് നേരം കാണാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കിപ്പോ കുറെ നേരം ചേച്ചിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് താങ്ക് യു പാർവതി. താങ്ക് യു. അപ്പൊ ഇനിയും വരണം ഞങ്ങളുടെ തീർച്ചയായിട്ടും. താങ്ക് യു ചേച്ചി. താങ്ക് യു. താങ്ക് യു ഓർക്കസ്ട്ര. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Ni sa ga ma ba ba ma ba ba ma ni ni sa ga ma ba